ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ദാ ഇന്ന് ലാലേട്ടൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടല്ലോ, ഡെസേർട്ട് ഐറ്റം, അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അതിനായിട്ട് 2 ഏത്തപ്പഴം എടുത്തിട്ട് ഈ രൂപത്തിൽ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്, അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ഓരോരോ പീസ് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണേ. അപ്പോഴേക്കും ഇതാ നമ്മൾ തേങ്ങയൊക്കെ ചിരവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 ശർക്കര വെച്ച് എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് 1 മതിയാവേ. ഈ രൂപത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്ത് കത്തി വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത പോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ ഒരു പാനിലോട്ട് വീണ്ടും നമുക്ക് കുറച്ച് ചെരുവിച്ചിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ഈ ശർക്കര അച്ചിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റായി, ശർക്കരയും തേങ്ങയും. പിന്നെ നമ്മൾ പഴം വേവിച്ചെടുത്ത പഴം ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പീസുകളാക്കി ഇടണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഈ തേങ്ങയും ശർക്കരയും ആ ഒരു മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഇതാ നമ്മൾ സ്പെഷ്യൽ ഐറ്റം ഐസ്ക്രീം. ഈ ചൂടിലേക്ക് ഈ തേങ്ങയും ഈ പഴമൊക്കെ ചൂടായി കിടക്കുന്നതല്ലേ, അതിലോട്ട് ഈ തണുത്ത ഐസ്ക്രീമും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം എല്ലാത്തേക്കും ഐസ്ക്രീമും തേങ്ങയും പഴവും നെയ്യും എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.